സിയോൻ ഫെയർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് ഫെയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശുവിനകത്തുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിന്റെ അഭിഷേക്തൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ യേശുവിനെ അനുഗ്രഹിക്കേണ്ടതിന്, അവരെ എല്ലാ ബുദ്ധിമുട്ടും ദൈവം മാറ്റി കൊടുക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17 ഇങ്ങനെ പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാകുന്ന എങ്ങനെയാ, നീതി ചെയ്യുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ ശക്തിയിൽ അവൻ ജീവിക്കുവാനിടയായി തീരും. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പന്റെ അനുഗ്രഹം പിടിച്ചെടുക്കണം, അമ്മയുടെ സഹായത്തോടുകൂടെ ഇസഹാക്കിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പിടിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ സഹായിക്കുമെന്ന്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തി പിടിച്ചു വാങ്ങുവാൻ തുടങ്ങി. ആ അനുഗ്രഹം കൊണ്ട് ഇരിക്കുമ്പോൾ സഹോദരൻ തന്നെ കൊല്ലുമെന്നുള്ള ആ ചിന്തയിൽ അദ്ദേഹം തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് പോകുക. അവിടെ ആ പോകുന്ന യാത്രയിൽ, മരുഭൂമി യാത്രയിൽ ഏറെ ദൂരം നടന്നപ്പോൾ മനുഷ്യ സ്വഭാവം അനുസരിച്ച് ക്ഷീണമുണ്ടാകും, തളർച്ച ഉണ്ടാകും. അദ്ദേഹം ഒരു കല്ലെടുത്ത് തലയണയായി വെച്ചുകൊണ്ട് അതിലെ തല വെച്ച് കിടന്നുറങ്ങുമ്പോൾ കോവേണിയിൽ കൂടെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങുന്നത് കണ്ടു. കാരണം ഭൂമിയിൽ നിന്ന് ഒരു കോവേണി സ്വർഗം വരെ എത്തണമെങ്കിൽ അത് എത്ര വലിയ കോവേണിയായിരിക്കണം. അതിൽ കൂടെ ദൂതന്മാർ കയറി ഇറങ്ങി വരുന്നത് കാണണമെങ്കിൽ അവന് ദൈവം ഒരു കൊടുത്തൊരു പ്രത്യേക കഴിവായിരുന്നു. ദൈവമക്കളെ, ദൈവം അദ്ദേഹത്തിന് പ്രത്യേകത കൊടുത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് ചെയ്യുവാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ദൂതന്മാർ കയറി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി, ഇത് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലമെന്ന് അദ്ദേഹം കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സാന്നിധ്യമുള്ള സ്ഥലമെന്ന് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തോ നല്ലൊരു ജയം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുവാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങി വന്നാൽ ഈ സ്ഥലം ഒരു ആലയം പണിയുമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുക്കാൻ കാരണം? തനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു. തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യവും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനസ്സിന്റെ അകത്തൊരു ധൈര്യം, മനസ്സിനകത്തൊരു ഉറച്ച വിശ്വാസം. 10ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ ഈ പ്രാവശ്യം നല്ല മാർക്കെടുത്ത് ജയിക്കുമെന്നൊരു മനസ്സിനകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഫലിക്കുന്ന മക്കളെ. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനം വായിച്ചാൽ അദ്ദേഹത്തിനകത്തൊരു ധൈര്യം വരും. എന്റെ ബിസിനസ് കച്ചവടം കുറവായിരുന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തും, എന്റെ ദൈവം എന്നെ പരാജയപ്പെടുത്തത്തില്ല, എന്റെ ദൈവം ധൈര്യപ്പെടുത്തുമെന്നൊരു വിശ്വാസം ഉണ്ടാകും.
അതിന് വചനം വായിച്ച് ഗ്രഹിക്കുമ്പോൾ തന്റെ പിതാക്കന്മാരൊക്കെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും. ഒരു പ്രാവശ്യം ഏലിയ പ്രവാചകൻ യോർദാന് കടക്കുവാൻ പോകുമ്പോൾ തന്റെ കയ്യിലുള്ള പുതപ്പെടുത്ത് അദ്ദേഹം വെള്ളത്തിൽ അടിക്കുവാൻ തുടങ്ങി. അടിച്ചപ്പോൾ അത് വഴിമാറി കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇത് പിളർന്നു മാറുമെന്നും ഞാൻ അക്കരയിൽ എത്തുമെന്നും അദ്ദേഹത്തിന് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ അവന് ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നാൽ നമുക്ക് ഏത് കാര്യം വിശ്വാസത്താൽ നമുക്ക് നേടുവാൻ കഴിയും. ദൈവമക്കളെ, ചിലർ പറയും, ഞാൻ എവിടെ ജോലിക്ക് പോയാലും എനിക്ക് നിലനിൽപ്പില്ല, ഞാൻ ഏത് ഇന്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടത്തില്ല, ഞാൻ IELTS എഴുതാൻ പോയാലും ഞാൻ ജയിക്കത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ജയിക്കുവാനുള്ള ആരോഗ്യം നിനക്ക് ഇല്ലാതിരുന്നാലും നിനക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ജയിക്കുവാൻ കഴിയും. കാരണം ദൈവം അവന്റെ വിശ്വാസത്തെ ഒരിക്കലും നിരാശയെ തള്ളിവിടാറില്ല. അവന്റെ കഷ്ടതയിലിട്ട് അവനെ വേദനിപ്പിക്കാറില്ല. അവന്റെ വിശ്വാസത്തിന്റെ ശക്തി അനുസരിച്ച് കർത്താവ് അവനെ മാനിക്കുവാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നീ ഒരു കടഭാരം അല്ലെങ്കിൽ ബിസിനസ് തോൽവി കണ്ട് കട അടച്ചുപൂട്ടുന്ന സ്ഥിതിയിൽ നിന്റെ ബിസിനസ് മാറുമെങ്കിലും നിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതൻ പ്രകാരം നീ ഉയരുവാൻ ഇടയായിത്തീരും. യോസേപ്പിന്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അപ്പനോട് സഹോദരങ്ങൾ ചെന്ന് പറഞ്ഞു, നിന്റെ മകനെ ഏതോ മൃഗം തിന്നുകളഞ്ഞു, അവൻ മരിച്ചുപോയി, അവന്റെ വസ്ത്രം ഇതാ എന്ന് കാണിച്ചപ്പോൾ അപ്പൻ വളരെ പ്രയാസപ്പെട്ടു. ഇനി ഞാൻ ദുഃഖത്തോട് ഞാൻ പാതാളത്തിൽ ഇറങ്ങുമെന്ന് യാക്കോബ് പറഞ്ഞു. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, യോസേഫ് അങ്ങനെ അല്ലായിരുന്നു. അവന്റെ പ്രാർത്ഥനയും അവന്റെ വിശ്വാസവും അവനെ ഫർവോന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു. ഫർവോന്റെ മോതിരം കയ്യിലിടുവാൻ ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല, അവൻ ഫർവോന്റെ ദേശമൊക്കെയും അവൻ ഭരിക്കുവാൻ ദൈവം അവന് അവസരം കൊടുത്തു. കാരണം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ അവനെ ഒരിക്കലും ദൈവം പരാജയപ്പെടുത്താറില്ല. ഒരിക്കലും അവൻ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിരാശയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വന്നുപോയാൽ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ വാങ്ങാൻ പറ്റത്തില്ല. വിശ്വാസം കൊണ്ട് ഞാൻ ഇത് വാങ്ങും, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നെ വിടിവെക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ അതിലേക്ക് മുൻപോട്ട് പോയി അത് ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്ന് പറയുന്ന 23-ാം സങ്കീർത്തനം ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ തളർത്തിക്കളയുന്നതല്ല, അത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കുന്നു. ദാവീദ് പറയുന്നു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അത് അദ്ദേഹത്തിനൊരു വിശ്വാസമായിരുന്നു. ദാവീദ് ഫെലിസ്ത്യ മല്ലന്റെ മുൻപ് നിൽക്കുമ്പോൾ ദാവീദിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്ന വചനം അദ്ദേഹത്തിന് ഒരു പ്രത്യാശ ഉണ്ടായിക്കൊടുത്തു. ആ വിശ്വാസം ശത്രു പറയുന്നു, നിന്നെ ഞാൻ ഇന്ന് ആകാശത്തിലെ പറവകൾക്ക് ആഹാരമായി കൊടുക്കുമെന്ന് ഫെലിസ്ത്യ മല്ലൻ ഗോലിയാത്ത് പറയുമ്പോൾ ദാവീദ് പറയുന്നു, ഇന്ന് ഇസ്രായേലിന്റെ ദൈവം
നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാ വിശ്വാസം. ദൈവത്തിൽ പ്രത്യാശയും ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഒരു ഭക്തനുണ്ടെങ്കിൽ ദൈവം അവനെ ഒരിക്കലും കൈവിടത്തില്ല. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതു ഭാഷകളിൽ സംസാരിക്കും, വിഷമായത് കുടിച്ചാലും ഹാനി വരികയില്ല, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. എങ്ങനെ എടുക്കാതിരിക്കും? വിശ്വസിക്കുന്നവന് യേശു എങ്ങനെ കൈവിടും? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് യേശുവിന്റെ മക്കൾ, യേശുവിന്റെ ഭക്തന്മാർ, യേശു വിശ്വസിക്കുന്നവർ ആഴമേറിയ അനുഭവത്തിൽ ഇറങ്ങി അവനോട് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നവർ വിശ്വസിക്കുമ്പോൾ ദൈവം അത് എങ്ങനെ തള്ളിക്കളയും? ചില പറയും അങ്ങനെയല്ല, ഞാൻ തൊട്ടതെല്ലാം തോൽവിയാ, ഞാൻ തൊടുന്നതെല്ലാം തോൽവിയാ, എനിക്ക് പരാജയം വരത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതേസമയത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഒരു രോഗിയാണെങ്കിൽ നീ ഇങ്ങനെ പറയണം, എന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഉണ്ട്, അവൻ എന്നെ സൗഖ്യമാക്കും. തന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വരും. അവന്റെ രക്തത്തിന് ശക്തി കൊണ്ട് രോഗത്തെ ഞാൻ ജയിക്കും. യേശുവിന്റെ വായിന്ന് വന്ന ഓരോ വചനവും എന്നെ ജീവിപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തോറ്റുപോകത്തില്ല. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ഒരാൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ജോലി നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു. നിനക്ക് ആ ജോലി ലഭിക്കും. നീ പറയും, ഇന്റർവ്യൂവിന് പോയപ്പോൾ അവിടെ 10 പേര് ആവശ്യമുണ്ട്, എന്നാൽ 10,000 പേര് കൂടി നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുമോ? നീ വിശ്വസിക്കൂ, നിനക്ക് കിട്ടും. ദൈവമക്കളെ, ദൈവം നിന്റെ കയ്യിൽ കൊണ്ടുതരും. അവൻ നൂലെ കെട്ടിയിറക്കി തരുന്ന ദൈവം തന്നെയാണ് അവൻ. യെസ്, കാരണം തന്റെ മക്കൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മരുഭൂമിയിൽ വെച്ച് അവൻ കാടപക്ഷിയും മന്നായും കൊടുത്തത് നമ്മുടെ ദൈവമല്ലേ? അത് അവരെ വസ്ത്രം അഴുക്കാകാതെ, അത് മുഷിഞ്ഞു പോകാതെ ഇരുന്നതും ദൈവത്തോട് അവർ വിശ്വസിച്ചത് കൊണ്ടല്ലേ? അത് മാത്രമല്ല, അവരെ കാല് വീങ്ങിപ്പോയില്ല, അവർ ക്ഷീണിച്ചു പോകാതെ, അവർ പ്രായമുള്ളവരായിരുന്നിട്ടും അവർ വിശ്വാസത്താൽ നടന്ന് നമുക്ക് അറിയാമല്ലോ. അബ്രഹാം പിതാവ് പോലും ഒരു കുഞ്ഞിനു വേണ്ടി വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നില്ലേ? ദൈവം പരാജയപ്പെടുത്താതെ അദ്ദേഹത്തെ ബലപ്പെടുത്തിയില്ലേ? അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്ന നിന്റെ പ്രാർത്ഥന വിഷയം എങ്ങനെ പരാജയപ്പെട്ടു പോകും? മകളുടെ വിവാഹം നടക്കുമോ ഇല്ലയോ? ഒത്തിരി പേര് വന്ന് കണ്ടു, കേട്ടുപോയി, അത് നടക്കുന്നില്ല, ഇനി ഇത് നടക്കത്തില്ല, ഞാൻ മരിച്ചു പോകും, ഇനി എന്റെ മകളുടെ വിവാഹം കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളോട് എനിക്ക് ഒന്ന് പറയാനുള്ളൂ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ വഴികൾ അവൻ തുറന്നു തരും. നിങ്ങളുടെ മക്കൾക്ക് തക്ക തുണി അവൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് എത്തിക്കും. ദൈവമക്കളെ, ഒരിക്കൽ അവൻ തള്ളിക്കളയത്തില്ല. ഒരിക്കൽ അവൻ തള്ളിക്കളയാതെ നിന്നെ ബലപ്പെടുത്താൻ ഇടയായിത്തീരും. ഭവനമില്ലാതെ, ഇനി ഈ ഭവനമില്ലാത്തവർ എനിക്ക് എത്രയോ പേർ എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെയും ചില ഹൗസ് വാമിങ്ങിലേക്ക് പോകുമ്പോൾ, ചില വീട് പ്രതിഷ്ഠ കാണാൻ പോകുമ്പോൾ, അത് പങ്കെടുക്കാൻ പോകുമ്പോൾ അവർ പലപ്പോൾ പൊട്ടിക്കരയാറുണ്ട്. എനിക്ക് വസിക്കുവാൻ ഒരു വീടില്ലല്ലോ കർത്താവേ, ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല എന്ന് പരാജയപ്പെട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുവാനുണ്ട്. നീ ചിന്തിക്കുന്നതിനെക്കാട്ടും മനോഹരമായ നല്ല ഭവനം തരുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്രയോ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി അവർ വിശ്വാസത്തോട് കാത്തിരിക്കും. എന്നാൽ അവർ ചിന്തിക്കാത്ത സമയത്തിൽ അവർ അഭിഷേകം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഒരു പ്രാവശ്യം ഞാനും ഇതുപോലെ എന്റെ ചെറുപ്രായത്തിൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേട്ട് അവന്റെ അഭിഷേകമാകുന്ന അഗ്നി അഭിഷേകം എനിക്ക് പകരുവാൻ തുടങ്ങി. അഭിഷേകം കിട്ടിയപ്പോൾ ഞാൻ യേശുവോട് ചോദിച്ചു,
യേശപ്പച്ച എനിക്ക് പ്രവചിക്കാനുള്ള പ്രവചന വരം വേണമെന്ന് ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. അതും അവൻ എനിക്ക് തരുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, യേശപ്പ എനിക്ക് അങ്ങേ മുഖമുഖമായി കാണണം, അതുകൊണ്ട് എനിക്ക് ദർശനത്തിന്റെ നല്ല വെളിച്ചം യോസേപ്പ് പോലെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശു അതും തന്നു. ഞാൻ ചോദിച്ചു, യേശപ്പ എനിക്ക് സ്വർഗത്തിൽ വന്ന് അങ്ങയുടെ ആ രാജ്യം എനിക്ക് കാണണം ചോദിച്ചു. എന്നെ ഒത്തിരി പ്രാവശ്യം യേശുവിനെ ദൂതന്മാർ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഒടുവിൽ നരകത്തെ ഒന്ന് കാണണം, യാതനാസ്ഥലം, നരകം, ഗന്ധകമേ, തീ പൊയ്യന് കാണുവാൻ വേണ്ടി ദൈവത്തോട് ഞാൻ വർഷങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് അതും കാണുവാൻ ലഭിച്ചു. ദൈവമക്കളെ, ഇതെല്ലാം കണ്ടു കേട്ടുണ്ടെങ്കിലും ഞാൻ ആ യാതനാസ്ഥലം, ആ തീ പൊയ്ക ഞാൻ കണ്ടപ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം എനിക്ക് ഉണ്ടായത്. കാരണം അതൊക്കെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കണം. സ്വർഗം കാണാൻ പോകുന്നതിനെക്കാട്ടിലും ഒരു മനുഷ്യൻ അവൻ ഗന്ധക തീ പൊയ്യ ഒന്ന് കാണണം, കണ്ടാൽ ഏത് മനുഷ്യനും മാനസാന്തരപ്പെടും. ഈ ഭൂമിയിൽ ജീവിച്ച ഏതൊരു മനുഷ്യനെയും ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീ പൊയ്യ കാണിച്ചാൽ അവൻ തനിക്കുള്ള എല്ലാം വിട്ടേച്ച് അവൻ മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീരും. കാരണം അവിടെ നടക്കുന്ന സംഭവവും അവിടെ നടക്കുന്ന ആ കാഠിന്യവും അത്ര വേദന ഉള്ള ദൈവമക്കളെ. എന്നാൽ അവിടെ പോകുവാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് കണ്ടിരിക്കണം. കാരണം ഒരു മനുഷ്യൻ ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കാതെ തനിക്ക് ഇഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിച്ചാൽ അവൻ ഈ സ്ഥലത്തിൽ ചെന്ന് എത്തേണ്ടി വരുന്നത് കാര്യം ഉറപ്പ് തന്നെ എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. വേദപുസ്തകത്തിന് വെളിപ്പാട് അനുസരിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അങ്ങോട്ട് വ്യക്തമായി കൊടുത്തിരിക്കുന്ന അവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാതെ ഏതൊരുത്തനെയും രണ്ടാം മരണം എന്നറിയുന്ന തീപ്പൊയ്യിലേക്ക് തെള്ളിയിടപ്പെടുമെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചത് അവിടെ പോകാനല്ല, യേശുവിൽ വിശ്വാസമുള്ളവനായിരുന്ന് യേശുവിന്റെ വചനപ്രകാരം ജീവിച്ച് യേശുവുമായി നല്ല കൂട്ടായ്മ ആചരിച്ച് അഭിഷേകത്തിൽ കയറി അവന്റെ കൽപ്പന പാലിച്ച് വിശ്വാസത്തോട് ജീവിക്കുമ്പോൾ അവൻ നിത്യതയിലേക്ക് എത്തും. അവൻ സ്വർഗമെന്നറിയുന്ന പുതിയ ജെറുസലേം എന്ന് പറയുന്ന അവൻ സിയോനിലേക്ക് ചെന്നെത്തി അവൻ സുഖമായിട്ട് ജീവിക്കുവാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിന്നോട് ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയട്ടെ. നീ എവിടെ വച്ച് പരാജയപ്പെട്ടോ, നീ എവിടെ വച്ച് തോറ്റുപോയോ, അവിടെ വച്ച് തന്നെ യേശു നിന്നെ ഉയർത്താൻ പോകുന്നു. ഈ വർഷത്തിന് വെളിപ്പാട് ഞാൻ പറയട്ടെ, നീ എവിടെ വച്ച് പരാജയപ്പെട്ടോ, നീ എവിടെ വച്ച് തോറ്റുപോയോ, എവിടെ വച്ച് മറ്റുള്ള നിന്നെ തള്ളിക്കളഞ്ഞോ, അവിടെ വച്ച് തന്നെ യേശു നിന്നെ ഉയർത്താൻ പോകുന്നു. നിന്റെ ബിസിനസ് എവിടെ പരാജയപ്പെട്ടോ അവിടെ വച്ച് തന്നെ യേശു നിന്നെ ഉയർത്താൻ പോകുന്ന മക്കളെ. നീ എവിടെ വച്ച് തോറ്റുപോയോ അവിടെ വച്ച് തന്നെ നിന്നെ യേശു മാനിക്കാൻ പോകുന്നു. നീ വിശ്വാസമുള്ളവനായിര്. നീ തളർന്നു പോകാതെ നല്ല ഹൃദയത്തിൽ വിശ്വാസം ഉറച്ചവനായിര്. അപ്പോൾ നിന്റെ വഴികൾ തേടി വരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. ഗോലിയാത്തിന് തലയെ തകർത്തതും ദാവീദ് വിശ്വാസമുള്ളവനാൽ ഇരുന്നതുകൊണ്ട് മാത്രം അധികം മക്കളെ അവൻ ജയിക്കുവാൻ കഴിഞ്ഞത്. യോസേപ്പും ഫർവോനോട് കൂടെ ഇരുന്ന് അവന്റെ ദേശം ഭരിച്ചതും ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു ദൈവമക്കളെ. അത് മാത്രമല്ല, പാതാളത്തിൽ ഞാൻ ദുഃഖത്തോടെ ഞാൻ ഇറങ്ങുമെന്ന് യാക്കോബ് പറഞ്ഞപ്പോഴും അവന് അനുഗ്രഹിച്ച ദൈവം അവന് ചൈതന്യം വരുന്ന വിധത്തിൽ യോസേപ്പിന്റെ രഥത്തെ കൊണ്ട് തന്റെ വീട്ടിൽ മുൻപ് നിർത്തിയപ്പോൾ അവന് ചൈതന്യം വന്നെന്ന് വേദപുസ്തകം വെളിപ്പെടുത്താൻ കാരണവും അത് ഒരു വിശ്വാസത്താൽ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നീ എന്തിനാ പരാജയപ്പെട്ടു പോകുന്നു? നീ എന്തിനാ ക്ഷീണിച്ചു പോകുന്നു? നീ എന്തിനാ തളർന്നു പോകുന്നു? നിന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന കാര്യം നീ എന്തിനാ മറന്നു പോകുന്നു? നീ വിശ്വാസമുള്ളവനായിര്. നീ വിശ്വാസമുള്ളവനായിര്. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ നീ ആരാധിക്കുന്ന യേശു സമ്മതിക്കത്തില്ല ദൈവമക്കളെ. നീ ഒരിക്കലും തോറ്റു പോകുവാൻ നീ ദൈവം സമ്മതിക്കുന്ന ദൈവമക്കളെ. കുഞ്ഞുങ്ങൾക്ക് ജോലി
ജോലി കിട്ടത്തില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? വേദപുസ്തകം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നിന്റെ കടഭാരം മാറത്തില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം തന്റെ പത്രോസും കൂട്ടരും എഴുന്നേറ്റവർ മീൻ പിടിക്കാൻ പോയപ്പോൾ രാത്രി മുഴുക്ക അവർ വലവീശി. അവരെ മനസ്സിൽ ഉണ്ടായിരുന്നു യേശു ഇഷ്ടംപോലെ മീൻ തരുമെന്ന്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ രാത്രി മുഴുക്ക വലവീശിയും ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവർക്ക് അതിഭയങ്കര ദുഃഖം വന്നു. എന്നെ ശ്രദ്ധിക്കുന്നവര്, അതിഭയങ്കര ദുഃഖം വന്നപ്പോൾ വലയെ കഴുകി ചുരുട്ടി കെട്ടി തന്റെ പടകിൽ വെച്ചുകൊണ്ട് അവർ മടങ്ങി വരുന്ന സമയത്തിൽ യേശു അവരെ നിരാശപ്പെടുത്തിയില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്തു പറഞ്ഞു? കർത്താവേ, ഞങ്ങളെ രാത്രി മുഴുക്ക വലവീശി യേശുവേ, ഒരു മീൻ പോലും കിട്ടിയില്ല എന്ന് ദുഃഖത്തിന് വാക്ക് പറഞ്ഞപ്പോൾ യേശു അവരോട് വളരെ സ്നേഹത്തോടുകൂടെ അവരെ വിശ്വാസം തളർന്നു പോകാതെ അവർ നിലനിൽക്കുവാൻ വേണ്ടി യേശു ഇങ്ങനെ പറയുവാൻ തുടങ്ങി, നിങ്ങൾ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് യേശു പറഞ്ഞു. അവർ ആ മടക്കി വച്ച വലയെടുത്ത് വീശിയപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ എത്ര കരുണയുള്ള ദൈവം, അവൻ എത്ര മനസ്സലിവുള്ള ദൈവം, അവൻ എത്ര ദീർഘക്ഷമ ഉള്ള ദൈവം. ഇതുപോലെ ഒരു ദൈവത്തെ കണ്ടുകിട്ടുവാൻ കഴിയുമോ? അവർ വലതുഭാഗത്ത് വല വീശിയപ്പോൾ അവർ പെരുത്ത മീൻകൂട്ടം ആ വലയ്ക്കകത്ത് അകപ്പെട്ടു പോയെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, അവർ ആ വല ചെറിയ വലയായിരുന്നിട്ടും അത് കീറിപ്പോകാതെ ദൈവം സൂക്ഷിച്ചു ദൈവമക്കളെ. അത് മാത്രമല്ല, തനിക്കത് വലിക്കുവാൻ കഴിയാതെ ഇരുന്നിട്ടും അടുത്തുള്ള പടകുകളെ വിളിച്ച് അവരെ ജോലിക്ക് വിളിച്ച് അവരെ ചേർത്ത് വലിക്കുവാൻ ദൈവം ഒരു അത്ഭുതം ചെയ്തു. അവർ കരയിലിട്ട് വന്നപ്പോൾ യേശു തീക്കനലും മീനും അവിടെ വച്ചിരിക്കുന്നത് കണ്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിടിച്ച മീനിൽ ചിലർ കൊണ്ടുവരുവിൻ എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏറ്റവും 153 പെരുപ്പമുള്ള വലിയ മീൻ പിടിക്കുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. ഒരു മീൻ പോലും കിട്ടാതെ ഇരുന്ന് തന്റെ മക്കൾക്ക് 153 വലിയ മീൻ കൊടുത്ത ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ കൈവിടുമോ? വിശ്വസിക്കുന്ന നിന്നെ അവൻ തള്ളിക്കളയുമോ? ഞാൻ സത്യമായി പറയുന്നു, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. ഞാൻ സത്യമായിട്ട് പറയുന്നു, നിന്റെ ഉപവാസ പ്രാർത്ഥന അത് ഫലിക്കും ദൈവമക്കളെ. ഈ പുതിയ വർഷത്തിൽ നിനക്ക് അത്ഭുതം നടക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു. എത്ര പേർ തറ കെട്ടിയിട്ടിട്ടുണ്ട് വീട് പണിയാൻ വേണ്ടി? ഈ വർഷം നീ വീട് പണിയും ദൈവമക്കളെ. എത്ര പേർ പറയും, ഒരു ഉപവാസ പ്രാർത്ഥന പോലും എന്റെ വീട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല. ഈ വർഷം നീ പല ഉപവാസ പ്രാർത്ഥന നിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ദൈവമക്കളെ. നിന്നെ യേശു കൈവിടത്തില്ല. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല ദൈവമക്കളെ. ദൈവത്തിൽ വിശ്വസിക്കൂ, എന്നാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണുമെന്ന് അവൻ ലാസറിന്റെ സഹോദരിമാരോട് പറഞ്ഞ നമുക്ക് അറിയാമല്ലോ. നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നെ കൈവിടാത്ത ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്നെ തള്ളിക്കളയാത്ത ദൈവമുണ്ട്. നിനക്ക് വിരോധമായി ആഭിചാരം ചെയ്തു, മന്ത്രവാദം ചെയ്തു, നിന്റെ വസ്തുവകകളെ തകർത്ത്, നിന്റെ മക്കളെ നശിപ്പിച്ച് നിന്നെ തകർക്കുവാൻ വേണ്ടി ശത്രു വന്നാലും നീ യേശുവിൽ വിശ്വസിക്കൂ. ഒരിക്കലും നിന്നെ ശത്രുവിന്റെ കയ്യിൽ അവൻ ഏൽപ്പിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി രക്തം ഊറ്റി തന്നവനാണ്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചവനാണ്. അവൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല ദൈവമക്കളെ. നിരാശ വേണ്ട ദൈവമക്കളെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിന്റെ തലമുറയ്ക്ക് മാത്രം ജോലിയില്ല, എല്ലാവർക്കും ബന്ധുക്കൾക്ക് ജോലിയുണ്ടെന്ന് നിരാശയിലായിരിക്കുന്ന മാതാപിതാക്കളെ, ഞാൻ നിന്നോട് സ്നേഹത്തിൽ ഒരു അത്ഭുതം പറയട്ടെ. നിന്റെ വീട്ടിൽ ചൈതന്യം വരുമെന്ന് ഞാൻ ആത്മാവ് ഓർപ്പിക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് നല്ല വിവാഹം നടക്കും, നല്ല ജോലി ഉണ്ടാകും. ഒരു തലമുറ പോലും ഇല്ലാതെ മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ നോക്കി വാവിട്ട് കരയുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ യേശു തരാൻ പോകുകയാണ്. അവനിൽ വിശ്വസിക്കൂ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുവാൻ കഴിയും ദൈവമക്കളെ.
ദൈവമക്കളെ, അവന്റെ വായിൽ വന്ന ഓരോ വചനവും അത് ജീവനുള്ളത് ദൈവമക്കളെ, അത് ചൈതന്യമുള്ള ദൈവമക്കളെ, നമ്മെ പരാജയപ്പെടുത്തുവാനുള്ളതല്ല, നമ്മെ ബലപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പതറിപ്പോകാതെ, ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ, ഒരിക്കലും നിരാശയിൽ വീഴ്ന്നു പോകാതെ വിശ്വസിക്കൂ. യോസേപ്പ് ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തുവാൻ ഇടയായിത്തീരും. ഗോലിയാത്തിനെ തലയെ തകർത്ത ദാവീദ് യേശുവിനെ സ്തുതി പാടിക്കൊണ്ട് വന്നതുപോലെ നിങ്ങൾ സ്തുതി പാടുവാൻ ദൈവം അവസരം തരും ദൈവമക്കളെ. ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ വാടക വീട് മാറി മാറി താമസിച്ച് ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്കവൻ ഈ വർഷം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ പരിശുദ്ധാത്മാൻ ഓർപ്പിക്കുന്നു. ഒരിക്കലും അവൻ നിന്നെ തള്ളിക്കളയത്തില്ല ദൈവമക്കളെ. നിനക്ക് വേണ്ടി അവൻ വെളിപ്പെട്ടു വരും, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവമക്കളെ. ഒരിക്കലും അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്ന് 23 സങ്കീർത്തനം 6 വചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ നിന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണടയ്ക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥനാ വീരൻ എന്നും ജയിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും തോറ്റുപോകത്തില്ല. യേശു പോലും താൻ ഒറ്റയ്ക്ക് പോയെന്നും മണിക്കൂറുകൾ പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. എന്നെ കേൾക്കുന്ന യേശപ്പ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങയുടെ കയ്യിൽ തരുന്ന കർത്താവേ, നീ ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. നീ ഇവർക്ക് വേണ്ടി നീ ഇറങ്ങി വരണമേ. നീ ഇവരോട് കൂടെ സംസാരിക്കണമേ. ഇവരെ വേദനയ്ക്കെല്ലാം നീ തണലായി മാറണമേ. ഇവരെ കണ്ണുനീരെ നീ തുടയ്ക്കണമേ. ഇവരോട് കൂടെ സംസാരിക്കണമേ. ഇവർ ആയിരിക്കുന്ന തന്റെ ശുശ്രൂഷയിൽ വളരുവാൻ നീ ബലപ്പെടുത്തണമേ. ശുശ്രൂഷ കിട്ടാതെ, മീറ്റിംഗ് കിട്ടാതെ വാടിക്കൊണ്ട് ദേവദാസന്മാർ ഉണ്ടല്ലോ, അവരെല്ലാം നീ ബലപ്പെടുത്തണമേ. അഭിഷേകം നഷ്ടപ്പെട്ടു പോയവരെയും നീ പിന്നെയും കർത്താവെ മടക്കിക്കൊണ്ടുവന്ന് അഭിഷേകത്തിൽ കയറ്റണമേ. കുഞ്ഞുങ്ങൾക്ക് നല്ല ദർശനം വെളിപ്പാടും കൊടുക്കണമേ. യോസേപ്പ് പോലെ നല്ല സ്വപ്നം കാണുവാൻ, ദർശനം കാണുവാൻ അവസരം കൊടുക്കണം കർത്താവെ. കൃപയ്ക്കിൽ പൊതിയണം കർത്താവെ. വാർത്തകാലത്തിൽ തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരെ സഹായിക്കുന്ന ആൾക്കാരെ നീ എണ്ണിപ്പിക്കണേ യേശുവേ. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരെ നീ പിടിച്ചു ഉയർത്തണേ യേശുവേ. നല്ല സമാധാനം കൊടുക്കണമേ, നല്ല സന്തോഷം കൊടുക്കണമേ. അങ്ങയുടെ വേദപുസ്തകം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസ പ്രകാരം ജീവിച്ച് ജയിക്കുവാൻ ഇവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ആ വിചാരത്തിൽ നിന്ന് വിടുവിക്കണമേ. ദുഃഖ നിരാശയിൽ നിന്ന് വിടുവിക്കണമേ. നല്ല വിവാഹം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് അനുഗ്രഹിക്കുന്ന യേശപ്പ, പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നീ അവന് വിശ്വസിക്കൂ, നിനക്ക് അത്ഭുതം നടക്കും. അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടുവാൻ സമ്മതിക്കത്തില്ല. വിശ്വസിക്കൂ, അത്ഭുതം നടക്കും. വിളിക്കൂ, ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ബൈ. ഈ വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ദൈവാത്മാക്കൾ അതിൻ്റെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിൽ കൂടെയും ഞങ്ങളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവങ്ങൾ എന്നും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽവിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 9645102121 9387948179. ഞങ്ങളുടെ ജിമെയിൽ firegardenpta@gmail.com.